ഹലോ എവറിബഡി, വെൽക്കം ടു മാഗ്നം അക്കാഡമി. ഇന്ന് നമ്മൾ മൈ ഫസ്റ്റ് സ്റ്റെപ്സ് എന്നുള്ള ചാപ്റ്ററിലെ ഗ്രാമർ സെക്ഷനാണ് നോക്കാൻ പോകുന്നത്. ഗ്രാമർ സെക്ഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ അത്ര ടെൻഷനൊന്നും ആവശ്യമില്ല. നമുക്ക് കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് മാത്രമേ ഗ്രാമർ സെക്ഷനിൽ നമുക്ക് നോക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ടെൻസസ് എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ശരിക്കും ടെൻസസ് എന്താണ്? നമ്മൾ ഇവിടെ ഇംഗ്ലീഷിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയുടെ തന്നെ ഒരു അടിത്തറ അല്ലെങ്കിൽ എന്തിൻ്റെയും അടിത്തറയാണ് അല്ലെങ്കിൽ ബേസാണ് എന്ത് ടെൻസസ് എന്ന് പറയുന്നത്. ഈ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒക്കെ നമ്മൾ എല്ലാവരും പറയാറുണ്ട് ഇങ്ങനെ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്, ശരിയായില്ല, ഇങ്ങനെയൊക്കെ പറയാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടെൻസസിനെ കുറിച്ചൊരു വ്യക്തമായിട്ടുള്ളൊരു അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ നമുക്ക് തെറ്റ് പറ്റുന്നത്. ഈ ടെൻസസ് മെയിനായിട്ട് മൂന്നായി തിരിച്ചിട്ടുണ്ട്. അതായത് പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. എത്രയെണ്ണം? 3 പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ ഈ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത് എന്താണ്? പ്രസൻറ്റ്, അതായത് ഇപ്പം നടക്കുന്ന അല്ലേ, ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ സൂചിപ്പിക്കുന്നതാണ് പ്രസൻറ്റ് ടെൻസും. അതുപോലെ കഴിഞ്ഞു പോയ സംഭവങ്ങളെ സൂചിപ്പിക്കുന്നത് പാസ്റ്റ് ടെൻസും. ഇനി വരാൻ പോകുന്ന സംഭവങ്ങളെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഫ്യൂച്ചർ ടെൻസും ആണ്. ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം, പ്രസൻറ്റ് ഇപ്പോൾ നടക്കുന്നത്, പാസ്റ്റ് കഴിഞ്ഞു പോയത്, ഫ്യൂച്ചർ ഇനി വരാൻ പോകുന്നത്. എല്ലാ ടെൻസും ഈ പ്രസൻ്റ് ആയാലും പാസ്റ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും അത് വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം 4 വീതമുണ്ട്. അപ്പോൾ ടോട്ടൽ ഇംഗ്ലീഷിൽ 12 ടെൻസസ് ഉണ്ട്. ഇന്ന് നമുക്ക് പക്ഷേ 12 ഒന്നും പഠിക്കണ്ട. അതിലെ പാസ്റ്റ് ടെൻസിലെ ഏറ്റവും ആദ്യത്തെ ടെൻസ് ആയിട്ടുള്ള സിമ്പിൾ പാസ്റ്റ് ടെൻസ് മാത്രമാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ? നമുക്ക് തുടങ്ങിയാലോ എന്നാൽ. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഇവിടെ നോക്കൂ. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. സുനിൽ ഗവാസ്കർ wanted to become a great batsman. He hated losing his wicket. Playing cricket was an obsession with him. The doctor examined my teeth. സുനിൽ ഗവാസ്കർ wanted to become a great cricketer. ഈ വാക്കുകളൊക്കെ, ഈ സെൻറ്റൻസസ് ഒക്കെ നോക്കിയേ, എല്ലാം പണ്ട് നടന്ന കാര്യങ്ങളാണ് അല്ലേ. ഹി ഹേറ്റഡ് അല്ലെങ്കിൽ ഇ ഡി വന്നപ്പോൾ എല്ലാവരും പാസ്റ്റിലേക്ക് മാറണം. എല്ലാം പണ്ട് ഒരു പ്രാവശ്യം നടന്നു കഴിഞ്ഞ സംഭവങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അതാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് പോകുന്നത്. അതുപോലെ ആ സെൻറ്റൻസസിലൊക്കെ നോക്കിയേ, അവിടെ വാസോ, വേറോ, ഹാഡോ അങ്ങനത്തെ എന്തെങ്കിലും ഹെൽപ്പിംഗ് വേർബ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ? സുനിൽ ഗവാസ്കർ വാസ് വാണ്ടഡ് നോ അല്ലെങ്കിൽ വേർ ഹാഡ് വാണ്ടഡ് നോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. പകരം സുനിൽ ഗവാസ്കർ വാണ്ടഡ് നും ഹി ഹേറ്റഡ് നും അങ്ങനെയൊക്കെയാണ്. അതിന് മുന്നേ വാസോ, വേറോ, ഹാഡോ അങ്ങനത്തെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വാസോ, വേറോ, ഹാഡോ ഒന്നും ഉപയോഗിക്കാതെ ഒരു സെൻറ്റൻസിനെ പാസ്റ്റ് ഫോമിലേക്ക് മാറ്റുന്നതിനാണ് സിമ്പിൾ പാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ല അധികം, കാരണം ഈ ടെൻസൊക്കെ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് മാത്രം പഠിച്ചത് കൊണ്ട് നമുക്ക് ക്ലിയർ ആവില്ല. 12 ഒരുമിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തുകൊണ്ട് ടെൻസസ് പഠിച്ചാൽ മാത്രമേ നമുക്കത് വ്യക്തമാവുള്ളൂ. പക്ഷേ എങ്കിൽ നമുക്ക് ഗ്രാമർ സെക്ഷനിൽ ഈ ജസ്റ്റ് ചെറിയൊരു ഐഡിയ വെച്ചും ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. ഇപ്പം ഇത് നോക്കിയേ. ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഈസ് ഫോംഡ് ബൈ ആഡിങ് ED ഓർ D ടു ദ വേർബ് ഇൻ ഇറ്റ്സ് ബെയർ ഫോം. അപ്പം ഒരു വാക്കിൽ അല്ലെങ്കിൽ ഒരു വേർബിൽ ED അല്ലെങ്കിൽ വെറും D ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും അത് സിമ്പിൾ പാസ്റ്റിലേക്ക് നമുക്ക് ആ ഒരു ഫോമിനെ ഇതിനെ മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കുക, വർക്ക് ബിക്കംസ് വർക്ക് അല്ലേ. വർക്ക് എന്നുള്ള ഒരു വേർഡിനെ നമ്മൾ പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ED ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? അത് പാസ്റ്റിൽ നടന്നു എന്നുള്ളത് ആയി. അതുപോലെ ക്രിയേറ്റ് എന്നുള്ളത് നോക്കിയേ, ക്രിയേറ്റഡ് ആയി. അങ്ങനെ എല്ലാ വാക്കിനെയും ലവ് എന്നുള്ളത് ലവ്ഡ് ആയി, ലൈക്ക് എന്നുള്ളത് ലൈക്ഡ് ആയി. അങ്ങനെ നമുക്ക് ED ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ED അല്ലെങ്കിൽ വെറും D ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുന്നതാണ്. നൗ അടുത്ത ഇത് നോക്ക്. Complete the following narration by using the verbs given in the brackets in the simple past tense. When Sunil Gavaskar was born, a relative dashed to see him in the hospital. അപ്പോൾ ഇവിടെ സുനിൽ ഗവാസ്കർ വാസ് ബോൺ എന്നൊക്കെ പറഞ്ഞാൽ, അതായത് പണ്ട് നടന്നൊരു കാര്യമാണ്. അപ്പോൾ ആ സെൻറ്റൻസ് ഫുൾ പണ്ട് നടന്നതായിരിക്കുമല്ലോ, പണ്ട് നടന്ന പോലെയല്ലേ നമ്മൾ പറയുക. അപ്പോൾ എ റിലേറ്റീവ് കം ടു സീ ഹിം. കമ്മിൻ്റെ പാസ്റ്റ് എന്താണ്? അത് കെയിം ആണ്. അപ്പം റിലേറ്റീവ് കെയിം ടു സീ ഹിം ഇൻ ദ ഹോസ്പിറ്റൽ.
ഓക്കെ, ഹിസ് നെയിം ഈസ് എന്താകും? ഹിസ് നെയിം വാസ് മിസ്റ്റർ നാരായൺ മസുരേക്കർ ആൻഡ് ഹി ഹാഡ് ഷാർപ്പ് ഐസ്. ഇനി ഹി നോട്ടീസ് എന്നുള്ളത് എന്താകും? അതിൻ്റെ കൂടെ ഒരു ഇ ഡി ആഡ് ചെയ്യും. അതായത് നോട്ടീസിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള നോട്ടീസ്ഡ് ആകും. ദാറ്റ് ദ ന്യൂ ബോൺ ബേബി ഹാസ് എന്താകും? ഹാഡ് ആകും. അങ്ങനെ ന്യൂ ബോൺ ബേബി ഹാഡ് എ ഹോൾ ഓൺ ഹിസ് ഇയർ. ദ നെക്സ്റ്റ് ഡേ വെൻ ഹി ഡാഷ് ഗോ ആണ് എൻ്റെ ഇത് ബ്രാക്കറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ ഗോ എന്താകും? വെൻറ്റ് ആകും. വെൻ ഹി വെൻറ്റ് എഗെയിൻ ആൻഡ് പിക്ഡ് അപ്പ് ദ ബേബി ഹി ഫൈൻഡ് എന്തായി? ഫൗണ്ടായി. FOUND ഫൈൻഡ് ഫൗണ്ടായി. ഹി ഫൗണ്ട് ദാറ്റ് ദ ഹോൾ വാസ് മിസ്സിങ്. എവ്രി വൺ സ്റ്റാർട്ട് എന്താകും? സ്റ്റാർട്ടിൻ്റെ കൂടെ ഒരു ഇ ഡി ആഡ് ചെയ്തിട്ട് അത് സ്റ്റാർട്ടഡ് ആവും. എവ്രി വൺ സ്റ്റാർട്ടഡ് സെർച്ചിങ് ഫോർ ദ മിസ്സിങ് ബേബി. അറ്റ് ലാസ്റ്റ് സുനിൽ വാസ് ഫൗണ്ട് സ്ലീപ്പിംഗ് ബിസൈഡ് എ ഫിഷർ വുമൺ. ക്ലിയർ അല്ലേ അത്? അപ്പോൾ ആൻസർ ഒന്നും കൂടി നോക്കൂ. വെൻ സുനിൽ ഗവാസ്കർ വാസ് ബോൺ എ റിലേറ്റീവ് came to see him in the hospital. His name was Mr. Narayan Masurekar and he had sharp eyes. He noticed that the newborn baby had a hole on his ear. The next day when he went again and picked up the baby, he found that the hole was missing. Everyone started searching for the missing baby. At last Sunil was found sleeping beside a ഫിഷർ വുമൺ. അത് ക്ലിയർ അല്ലേ? ഇനി എടുത്ത് നോക്കൂ. വുഡ് ആൻഡ് യൂസ്ഡ് ടു ആർ ഓൾസോ യൂസ്ഡ് വെൻ യു വാണ്ട് ടു സേ സംതിങ് ഹാപ്പൻ റെഗുലർലി ഇൻ ദ പാസ്റ്റ്. അപ്പം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴൊക്കെ ഈ വുഡും കുഡൊക്കെ വെറുതെ അങ്ങ് യൂസ് ചെയ്യാറുണ്ടല്ലേ. എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല, എന്നാലും ഒരു രസത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ വുഡും കുഡൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലിയർ മീനിങ് എന്താണ് നമുക്കത്ര വ്യക്തമല്ല. അപ്പോൾ നോക്കാം. Would and used to are also used when you want to say something happened regularly in the past. അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് സ്ഥിരമായി നടന്നിരുന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാൻ നമ്മൾ വുഡും യൂസ്ഡ് ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. കുറേ എക്സാമ്പിൾസ് ഉണ്ട് നമുക്കിവിടെ, നമുക്ക് നോക്കാം. When I was a small child, I used to play many games at school. അപ്പം I used to play many games at school. അപ്പോൾ സ്കൂളിൽ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ വെച്ച് കുറേ ഗെയിംസ് എന്നും കളിക്കാറുണ്ടായിരുന്നു. മൈ ടീച്ചർ വുഡ് ഓൾവേസ് ടെൽ മീ ദാറ്റ് ഐ വുഡ് ബിക്കം എ ഗ്രേറ്റ് ഫുട്ബോൾ പ്ലെയർ. അപ്പോൾ എൻ്റെ ടീച്ചർ എന്നും പറയാറുണ്ടായിരുന്നു ഞാനൊരു വലിയൊരു ഫുട്ബോൾ പ്ലെയറായി മാറുന്നു. അപ്പോൾ എന്നും പറയാറുണ്ടായിരുന്നു എന്നുള്ള മീനിങ് ആണ് അവിടെ ഐ വുഡ് ബിക്കം അല്ലെങ്കിൽ ടീച്ചർ വുഡ് ഓൾവേസ് എന്നുള്ള ടേം യൂസ് ചെയ്തിരിക്കുന്നത്. ട്വൈസ് എ വീക്ക് ഐ യൂസ്ഡ് ടു സ്റ്റേ ബാക്ക്. അപ്പോൾ ഐ യൂസ്ഡ് ടു സ്റ്റേ ബാക്ക്. ആഴ്ചയിൽ 2 ദിവസം ഞാൻ എന്നും സ്കൂളിൽ സ്റ്റേ ബാക്ക് ചെയ്യാറുണ്ട്. എന്തിന്? ക്രിക്കറ്റ് കോച്ചിങ്ങിന് ഫുട്ബോൾ കോച്ചിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഐ യൂസ്ഡ് ടു സ്റ്റേ ബാക്ക്. അപ്പോൾ ഐ വുഡ്, ഐ യൂസ്ഡ് ടു അതൊക്കെ യൂസ് ചെയ്യുന്നത് പണ്ട് റെഗുലറായി നടന്നിരുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ഫോളോയിങ് പാരഗ്രാഫ് വിത്ത് വേർബ്സ് ഇൻ ദ പാസ്റ്റ് ടെൻസ്. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യും വേണം. യു മേ യൂസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് ദ അപ്രോപ്രിയേറ്റ് വേർബ് ഓർ വുഡ് ഓർ യൂസ്ഡ് ടു. അപ്പം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർബ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വുഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ യൂസ്ഡ് ടു യൂസ് ചെയ്തുകൊണ്ട് ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മൾ ഫിൽ ചെയ്യണം. ഓക്കെ അല്ലേ? തുടങ്ങാം എന്നാൽ. വെൻ ഐ വാസ് എ സ്മോൾ ചൈൽഡ് ഐ ലിവ്ഡ് ഇൻ ബോംബെ. അപ്പോൾ ഇതൊരു പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാൻ ബോംബെയിലായിരുന്നു താമസിച്ചിരുന്നത്. പണ്ട് നടന്നൊരു സംഭവമാണ്. ഐ ഡാഷ് ഇൻ ബോംബെ ഹൈസ്കൂൾ. അപ്പോൾ എന്താണ്? ഐ യൂസ്ഡ് ടു ഇൻ ബോംബെ ഹൈസ്കൂൾ എന്ന് പറയില്ല, ഐ വുഡ് ഇൻ ബോംബെ ഹൈസ്കൂൾ എന്ന് പറയില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വേർബ് അവിടെ കണ്ടുപിടിക്കണം. അപ്പം എന്താണ്? ഐ സ്റ്റഡീഡ് ഇൻ ബോംബെ ഹൈസ്കൂൾ എന്ന് പറയാം അല്ലേ. ഒരു ഹൈസ്കൂളിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളവിടെ സ്റ്റഡി എന്നുള്ള വേർബ് യൂസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള ഐ സ്റ്റഡീഡ് ഇൻ ബോംബെ ഹൈസ്കൂൾ യൂസ് ചെയ്യാം. ഐ ഡാഷ് ടു ഗോ ടു സ്കൂൾ. അപ്പോൾ ഐ എന്താണ്? എനിക്ക് ഐ ലൈക്ഡ് ടു അല്ലെങ്കിൽ ഐ ലവ്ഡ് ടു ഗോ ടു സ്കൂളാക്കി മാറ്റും. വേർ ഐ ലേൺഡ്
ലേൺഡ് മെനി തിങ്സ്. അപ്പോൾ അവിടെ മെനീൻ്റെയും തിങ്സിൻ്റെ ഇടയിലൊരു സ്പേസ് കാണുന്നുണ്ട്. ശരിക്കും അതൊരു എററാണ്, പ്രിൻറ്റിങ് എററാണ്. അവിടെ ഒരു സ്പേസ് ആവശ്യമില്ല. വേർ ഐ ലേൺഡ് മെനി തിങ്സ്. I dashed to go to Juhu beach with my parents on Sundays. I used to go to Juhu beach with my parents on Sundays. Whenever I dashed to go to beach, I would go to beach. I dashed to play with my brother. I used to play with my brother. We dash keep playing till it was time to return home. അപ്പോൾ എന്താണ്? We would keep playing till it was time to return home. On our way home, we dash stop at Quality's ice cream parlor for ice cream. അപ്പോൾ we dash stop, we would stop at Quality's ice cream parlor for ice cream. It dash be an enjoyable day for all of us. അപ്പോൾ it used to be an enjoyable day for all of us. ആൻസേഴ്സ് ഒന്നും കൂടി നോക്കുക. When I was a small child, I lived in Bombay. I studied in Bombay High School. I loved to go to school where I learned many things. I used to go to Juhu beach with my parents on Sundays. Whenever I would go to the beach, I used to play with my brother. We would keep playing till it was time to return home. On our way home, we would stop at Quality's ice cream parlor for ice cream. It used to be an enjoyable day for all of us. അടുത്തത് നോക്കുക. നമ്മൾ സെൻറ്റൻസ് തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ട്, പോസിറ്റീവ് സെൻറ്റൻസ് ഉണ്ട്, ഇൻട്രോഗേറ്റീവ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സെൻറ്റൻസസ് ഉണ്ട്, ടൈപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം നോക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ദ നെഗറ്റീവ് ഓഫ് ബോത്ത് റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്സ് ആർ ദാറ്റ് യൂസ്ഡ് ഇൻ പാസ്റ്റ് ടെൻസ് ഈസ് ഫോംഡ് വിത്ത് ഡിഡ് നോട്ട് പ്ലസ് വേർബ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ഫോം ഓഫ് ദ വേർബ്. അപ്പം ഒരു സെൻറ്റൻസ്, ഒരു സാധാരണ സെൻറ്റൻസിൻ്റെ കൂടെ ഡിഡ് നോട്ട് വെച്ച് ചെയ്യുകയാണെങ്കിൽ ആ സെൻറ്റൻസ് നെഗറ്റീവായിട്ട് മാറും. നമുക്ക് എക്സാമ്പിൾ നോക്കി പഠിക്കാം. ഐ പ്ലേഡ് ക്രിക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പോൾ ഐ പ്ലേഡ് ക്രിക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിനെ നെഗറ്റീവ് ആക്കൽ എങ്ങനെയാണ്? അതിൻ്റെ കൂടെ ഒരു ഡിഡ് നോട്ട് ആഡ് ചെയ്താൽ മതി. അതായത് ഐ ഡിഡ് നോട്ട് പ്ലേ ക്രിക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് ആക്കുമ്പോൾ ആ സെൻറ്റൻസ് ഒരു നെഗറ്റീവ് സെൻറ്റൻസായി മാറി. അതുപോലെ മൈ ഓണ്ട് വെൻറ്റ് ടു ബോംബെ ഇൻ ദ ഹോളിഡേയ്സ്. അപ്പോൾ അതെങ്ങനെയാണ് നെഗറ്റീവ് ആക്കുന്നത്? മൈ ഓണ്ട് വെൻറ്റ് ടു എന്നുള്ളത് മൈ ഓണ്ട് ഡിഡ് നോട്ട് വെൻറ്റ് എന്തായി? ഗോ ആയി മാറി. അപ്പം മൈ ഓണ്ട് ഡിഡ് നോട്ട് ഗോ ടു ബോംബെ ഇൻ ദ ഹോളിഡേയ്സ്. മൂന്നാമത്തത് ഹി ഒബേഡ് ദ റൂൾസ് ഓഫ് ദ ക്യാമ്പ്. അപ്പം ഹി ഡിഡ് നോട്ട് ഒബേഡ് എന്തായി? ഒബേ ആയി. ഹി ഡിഡ് നോട്ട് ഒബേ ദ റൂൾസ് ഓഫ് ദി ക്യാമ്പ്. ഇനി നാലാമത്തത് ഹി കെയിം ടു സ്കൂൾ ഓൺ ഫുട്ട്. അപ്പോൾ നോക്കിയേ, ഹി ഡിഡ് നോട്ട് കം ടു സ്കൂൾ ഓൺ ഫുട്ട്. അപ്പോൾ കെയിം കമ്മായി അവിടെ ഒരു നെഗറ്റീവ് ആക്കാൻ വേണ്ടി നമ്മളൊരു ഡിഡ് നോട്ട് ആഡ് ചെയ്തു. അങ്ങനെ ഹി ഡിഡ് നോട്ട് കം ടു സ്കൂൾ ഓൺ ഫുട്ട്. ഇനി അഞ്ചാമത്തത് ഹി റിട്ടേൺഡ് ഹോം ആഫ്റ്റർ ദ ഷോ. അതെങ്ങനെ നെഗറ്റീവ് ആക്കുക? റിട്ടേൺഡ് എന്നുള്ളത് അത് റിട്ടേൺ ആകും. അതുപോലെ ഹി ഡിഡ് നോട്ട് റിട്ടേൺ ഹോം ആഫ്റ്റർ ദി ഷോ. അവിടെ ഡിഡ് നോട്ടും വന്നു. റിട്ടേൺഡ് എന്നുള്ളത് റിട്ടേൺ ആയി മാറി. അങ്ങനെ അത് ഹി ഡിഡ് നോട്ട് റിട്ടേൺ ഹോം ആഫ്റ്റർ ദി ഷോ. ഇനിയുള്ളത് ഇൻട്രോഗേറ്റീവ് എന്നുള്ളത് ക്വസ്റ്റ്യൻ ഫോം ഓഫ് സെൻറ്റൻസിനാണ്. ഒരു സെൻറ്റൻസിന് നമ്മൾ ഈ പാസ്റ്റ് ടെൻസിൽ ഡിഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ക്വസ്റ്റ്യൻ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ രവി സ്ലെപ്റ്റ് ഡ്യൂറിങ് ദ ഡേ. അപ്പോൾ അതിന് നമ്മളൊരു ക്വസ്റ്റ്യൻ ഫോമിലേക്ക് എങ്ങനെയാണ് മാറ്റുക? അതിന് മുന്നൊരു ഡിഡ് ആഡ് ചെയ്ത് ഡിഡ് രവി സ്ലെപ്റ്റ് സ്ലീപ്പായി മാറും. ഡിഡ് രവി സ്ലീപ്പ് ഡ്യൂറിങ് ദ ഡേ ആയി. നെക്സ്റ്റ് ശേഖർ വെൻറ്റ് ഫോർ എ സ്വിം ഇൻ ദ പൂൾ. അപ്പോൾ ഡിഡ് ശേഖർ വെൻറ്റ് ഗോ ആയി മാറി. ഡിഡ് ശേഖർ ഗോ ഫോർ എ സ്വിം ഇൻ ദ പൂൾ ആയി. ഹി ആക്സെപ്റ്റഡ് ഓഫർ. ഹി ആക്സെപ്റ്റഡ് ദ ഓഫർ. അപ്പോൾ അതിന് മുന്നേ ഒരു ഡിഡ് വന്നു. ഡിഡ് ഹി ആക്സെപ്റ്റഡ് ആയി മാറി. അപ്പോൾ ഡിഡ് ഹി ആക്സെപ്റ്റ് ദി ഓഫർ. ഇനി
ഇന്ത്യ ബിക്കെയിം എ റിപ്പബ്ലിക് ഓൺ 26th January 1950. അപ്പം അതിന് മുന്നേ ഡിഡ് വന്നു, ബിക്കെയിം എന്നുള്ളത് ബിക്കമായി മാറും. അപ്പോൾ ഡിഡ് ഇന്ത്യ ബിക്കം എ റിപ്പബ്ലിക് ഓൺ 26th January 1950. ലാസ്റ്റ് വൺ, ദേ wanted to help the poor children. അപ്പോൾ wanted want ആകും. ഡിഡ് ദേ want to help the poor children? ക്ലിയർ അല്ലേ ഇത്? അപ്പോൾ നമ്മൾ നെഗറ്റീവ് ആക്കാൻ ഡിഡ് നോട്ട് യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ ഇൻട്രോഗേറ്റീവിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഡിഡ് എന്നുള്ളത് ആഡ് ചെയ്യുക, അതിൻ്റെ കൂടെ പാസ്റ്റിൻ്റെ പ്രസൻറ്റും യൂസ് ചെയ്യുക, അങ്ങനെ അതും ഫോം ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു.